ഈ കോൺഗ്രസിന്റെ പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ പച്ചക്കള്ളമാണ് പ്രചരിപ്പിക്കുന്നത്. കാരണം ഈ പറഞ്ഞ ശിവഗിരി സർക്യൂട്ട് ആയാലും ഈ പറഞ്ഞ നാവായിക്കുളം ESI ഹോസ്പിറ്റലായാലും ഇതൊക്കെ കഴിഞ്ഞ 2014 മുന്നേ തന്നെ പ്രോജക്റ്റുകൾ അവിടെ കെട്ടിക്കിടന്നിട്ട് 2014 ശേഷം വന്ന നരേന്ദ്രമോദിയുടെ സർക്കാരിൻ്റെ ഇടപെടലും അതിനുവേണ്ടിയും ഏറ്റവും കൂടുതൽ ഇടപെട്ടത് ശ്രീമാൻ നമ്മുടെ വി മുരളീധരനാണ്. നിങ്ങൾക്ക് തെളിവുകൾ ഉൾപ്പെടെ തരാം. കാരണം ഞാൻ പറഞ്ഞുതരാം, കഴിഞ്ഞ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനുകൾ 11 റെയിൽവേ സ്റ്റേഷനുകൾ ബാലരാമപുരം മുതൽ കാപ്പിൽ വരെയുള്ള റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രമന്ത്രി ശ്രീമാൻ വി മുരളീധരനും ഈ കേരളത്തിലെ റെയിൽവേ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒരു വലിയ മീറ്റിംഗ് നടന്നു, ഒരു വലിയ ചർച്ച നടന്നു. നമ്മുടെ റെയിൽ ജനസഭ എന്നൊരു പരിപാടി നടന്നു. അവിടെ എല്ലാ റെയിൽവേ സഭകളിലും പങ്കെടുക്കുകയും 1614 പരാതികളാണ്. നേരത്തെ ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി സൂചിപ്പിച്ചു, പല ആൾക്കാരും ഓരോ റെയിൽവേ സ്റ്റേഷനുകളിലും അവരുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ രാജ്യത്ത് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപാട് നിവേദനങ്ങൾ കൊടുത്തതിൻ്റെ കൂടെ ഈ പറഞ്ഞ പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുതയാണ്. നിങ്ങൾ നോക്കുക, ഇത് കേന്ദ്ര റെയിൽവേ മിനിസ്റ്ററുടെ ഇന്നത്തെ 9-ാം തീയതി വന്ന റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഏറ്റവും വലിയ യാത്രാ ക്ലാശം, അതായത് കോവിഡിന് മുമ്പേ കടയ്ക്കാവൂരുണ്ടായിരുന്ന ഗുരുവായൂർ എക്സ്പ്രസ്, ആ ഗുരുവായൂർ എക്സ്പ്രസിന് ഒരു സ്റ്റോപ്പ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കാലം അത്രയും ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ MP ഇവിടെ ഉള്ള സമയത്ത്, ബഹുമാനപ്പെട്ട MP ഉണ്ടായിരുന്ന സമയത്ത് പരിഹരിക്കാൻ പറ്റാത്ത കാര്യമാണ്. നാളെ രാത്രി 12 മണിക്ക് രാജ്യത്തെ പ്രധാനമന്ത്രിയും രാജ്യത്തെ റെയിൽവേ മിനിസ്റ്ററും ഈ കേരളത്തിൽ നിന്ന് നമ്മുടെ പാർലമെന്റിനായി മത്സരിക്കുന്ന കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരനും ചേർന്നുകൊണ്ട് അത് ഔപചാരികമായി ആ ട്രെയിനിന് സ്റ്റോപ്പ് അനുവദിക്കുന്ന ഫ്ലാഗ് ഓഫ് പരിപാടി നാളെ നടക്കുക. ഒന്ന്. രണ്ടാമത്തത് കാപ്പിൽ റെയിൽവേ സ്റ്റേഷൻ. കാപ്പിലെ വികസനവുമായി ബന്ധപ്പെട്ട് അവിടെ ഞങ്ങൾ പോയതാണ്. അവിടുത്തെ ജനങ്ങൾ കൊണ്ടുവന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസിന് സ്റ്റോപ്പില്ല. അത് മറ്റന്നാൾ വൈകുന്നേരം 4 മണിക്ക് അത് സ്റ്റോപ്പ് അനുവദിച്ചുള്ള പരിപാടി നടക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചത് ഇവിടെയൊക്കെ വികസനങ്ങൾ നടക്കുന്നത് ബഹുമാനപ്പെട്ട MPയുടെ ഇടപെടലല്ല, ശ്രീമാൻ വി മുരളീധരന് കിട്ടുന്ന നിവേദനങ്ങളും ഇടപെടലുകളാണ് ഇതിന്റെ പിന്നിലെന്ന് ഞങ്ങൾക്ക് അസന്നിഗ്ധമായി പറയാൻ കഴിയും. ഒരു തർക്കവും. ഒരു കാര്യം ഞാനൊന്ന് സൂചിപ്പിച്ചോട്ടെ. ഇവിടെ റെയിൽവേ വികസനത്തെ സംബന്ധിച്ച് വാതോരാതെ സംസാരിക്കുമ്പോൾ അതിൻ്റെ ശരി എന്താണെന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ആറ്റിങ്ങലിലെ പ്രബുദ്ധ ജനത അറിഞ്ഞു പോകണം. ഈ ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിലെ റെയിൽവേ വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായി തീരേണ്ടുന്ന നേമം റെയിൽവേ ടെർമിനൽ ഈ മണ്ഡലത്തിലാണ്. ബഹുമാനപ്പെട്ട MP അത് അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. ആ നേമം റെയിൽവേ ടെർമിനൽ ഇന്നിപ്പോൾ ഒഴിവാക്കിയിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്. ആ നേമം ടെർമിനൽ ഉപേക്ഷിച്ച കാര്യം ബഹുമാനപ്പെട്ട ഈ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന അടൂർ പ്രകാശ് MP അറിഞ്ഞിട്ടില്ല. കാരണം ജോൺ ബ്രിട്ടാസ് MP ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഈ പദ്ധതി ഞങ്ങൾ ഒഴിവാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഉത്തരവാദിത്വം കൂടെ ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി ഏറ്റെടുക്കണം എന്നുകൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നേമത്തെ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ വിഷയമാണ്. നേമം റെയിൽവേ ടെർമിനൽ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലാണെന്നുള്ള കാര്യം എന്റെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സുഹൃത്തിന് അറിയാമോ? അത് ഒഴിവാക്കപ്പെട്ട കാര്യം അറിയാമോ? രേഖാമൂലം ബഹുമാനപ്പെട്ട ജോൺ ബ്രിട്ടാസ് MPക്ക് രാജ്യസഭയിൽ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി റെയിൽവേ മന്ത്രി മറുപടിയായി അത് നൽകിയിട്ടുണ്ട്, രേഖാമൂലം നൽകിയിട്ടുണ്ട്. റെയിൽവേ ടെർമിനൽ ആറ്റിങ്ങൽ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഒരുപക്ഷെ ഇന്നിപ്പോൾ വിഴിഞ്ഞം തുറമുഖം അടക്കം വരുന്ന സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വികസന നാഴികക്കല്ലായി മാറേണ്ടുന്ന നേമം റെയിൽവേ ടെർമിനൽ ഈ രണ്ടുപേരുടെയും അനാസ്ഥ കൊണ്ടും BJP ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥത കൊണ്ടും പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടിരിക്കണം. തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്. നേമം റെയിൽവേ ടെർമിനലും കൊച്ചുവേളി റെയിൽവേ ടെർമിനലും പേര് മാറ്റി തിരുവനന്തപുരം സൗത്തും തിരുവനന്തപുരം നോർത്തുമായി പേര് മാറ്റി. എന്തായാലും ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും അത് ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണെന്നുള്ള കാര്യം ഉത്തരേന്ത്യയിൽ നിന്ന് തിരുവനന്തപുരം ആളുകൾ കൊച്ചുവേളി ബഹുമാനപ്പെട്ട ആറ്റിങ്ങൽ MP ആ കാര്യം അറിഞ്ഞിട്ടില്ല. തിരുവനന്തപുരം നോർത്തായും ഇത് പേര് മാറ്റിയതാണ്. ഇതെല്ലാവർക്കും അറിയാം. ഇല്ല ഇനി കൂടുതൽ ചർച്ച വേണ്ട പ്ലീസ്. അടുത്ത ചോദ്യം. ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ, അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഉത്തരം കൊടുത്തില്ല. ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. വിവരാവകാശ പ്രകാരം ഏതൊരു കാര്യവും ഇന്ന് നമുക്ക് വിരൽ തുമ്പിലൂടെ അറിയാൻ സാധിക്കുന്ന കാലഘട്ടമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തെ സംബന്ധിച്ച് ആറ്റിങ്ങൽ MP അടൂർ പ്രകാശ്
ഒരു കാര്യവും ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ചിട്ടില്ല. ആകെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് ജോൺ ബ്രിട്ടാസ് MP മാത്രമാണ്. തർക്കമറ്റ വിഷയമാണ്. ആർക്ക് വേണോ പരിശോധിക്കാം. Yes, yes. പൊതുപ്രവർത്തന രംഗത്ത് വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ആറ്റിങ്ങലിലെ ജനസാമാന്യത്തിന് മുന്നിൽ ഞാൻ പറയുകയാണ്, ഈ ചോദ്യം ചോദിച്ചതും അതിന് മറുപടി ലഭ്യമായതും ജോൺ ബ്രിട്ടാസ് MP ചോദിച്ചതിന്റെ ചോദ്യത്തിന്റെ ഭാഗമായിട്ടാണ്. ഓക്കെ രതീഷേ, ആ നമ്മുടെ ക്ഷേമ പെൻഷൻ സുഹൃത്ത് കേന്ദ്ര വീതം കൂട്ടുപോകുന്നതാണ് ചോദ്യം. തീർച്ചയായും അദ്ദേഹം സൂചിപ്പിച്ചത് 1600 രൂപ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ 1300 ഞങ്ങളുടെ സർക്കാർ, അതായത് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ശ്രീ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാർ കൊടുക്കുന്നു. കഴിഞ്ഞ എത്ര മാസമായി കൈ കിട്ടിയിട്ടെന്നുള്ളതും കൂടെ സ്വയം ആത്മപരിശോധന നടത്തണം. രണ്ടാമത് 300 രൂപ കിട്ടുന്നത് നിങ്ങൾ കൂട്ടുമോ എന്നുള്ളതാണ്. തീർച്ചയായും നിങ്ങൾ നോക്കൂ, ഇവിടുത്തെ ഗ്രാമീണ തൊഴിലുറപ്പ് മേഖല, ആ ഗ്രാമീണ തൊഴിലുറപ്പ് മേഖലയിൽ നരേന്ദ്രമോദിയുടെ സർക്കാർ വരുന്നതിന് മുമ്പും സർക്കാർ വന്നതിന് ശേഷവുമുള്ള തൊഴിലുറപ്പ് മേഖലയിലെ ദിവസക്കൂലി എത്രയാണ് വർദ്ധിപ്പിച്ചത് നോക്കുക. തീർച്ചയായും അതിനുള്ള വർധനവ് തീർച്ചയായും ഉണ്ടാകും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ലൈഫ് പാർപ്പിട പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ കേരളത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ പല പദ്ധതികളെയും പേരുമാറ്റിയാണ് നിങ്ങളത് ഉപയോഗപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞു തരാം, തെളിവുകൾ പറഞ്ഞ് നിങ്ങളെ ചോദിച്ചാൽ മറുപടി പറയണം. ഞാനൊന്ന് പറഞ്ഞോട്ടെ. രാജ്യത്തെ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ ആവാസ് യോജന പദ്ധതി പ്രകാരം കേരളത്തിൽ മാത്രം 1,55,00,000 രൂപ വീടുകളുടെ പ്രവർത്തനത്തിന് വേണ്ടി, നിർമ്മാണത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ അനുവദിച്ചതാണ്. ആ പദ്ധതി ഗ്രാമീണ മേഖലയിൽ എത്തുമ്പോൾ ആ പദ്ധതിയുടെ പേര് മാറുന്നു എന്നുള്ള വസ്തുതയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ ഇവിടുത്തെ ജനപ്രതിനിധികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മനസ്സിലാവും. യെസ്